നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫ്രാൻസേ ഞങ്ങളെക്കാൾ മുകളിലല്ല. ഫോർ മീ ദർ ഇസ് നോ ടീം എബവ് സ്പെയിൻ. സ്പെയിനേക്കാൾ മുകളിൽ ഒരു ടീമും ഇല്ല. എൻ്റെ അഭിപ്രായം അതാണ്. പറയുന്നത് ലാമിനെ യമാലാണ്. ലമീൻ യമാൽ നാളെ കഴിഞ്ഞ് ഓസ്ട്രിയക്കെതിരെ റൗണ്ട് ഓഫ് 32 മത്സരം കളിക്കാൻ ഒരുങ്ങുകയാണ്. സ്പെയിൻ വേഴ്സസ് ഓസ്ട്രിയ മത്സരം ജൂലൈ 3 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30. അതായത് നാളെയാണ് നമുക്ക് മത്സരം. നാളെ കഴിഞ്ഞ് മറ്റന്നാളാണ് നമ്മുടെ ഇന്ത്യൻ സമയം പറയുമ്പോൾ സാങ്കേതികമായിട്ടെന്ന് മാത്രം. അപ്പോൾ ആ കളിക്ക് മുന്നോടിയായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നു. ലാമിൻ യമാൽ പറയുന്നു, ഫ്രാൻസ് ഞങ്ങളെ യൂറോ കപ്പിന് ശേഷം തോൽപ്പിച്ചിട്ടില്ല. സോ അവർ ഞങ്ങളെക്കാൾ ബെറ്ററാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ദേ കനോട്ട് ബി ബെറ്റർ ദാൻ അസ്. ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഫ്രാൻസ് ആർ അറ്റ് ആൻ എക്സലൻറ്റ് ലെവൽ. നല്ല എക്സലൻറ്റ് ലെവലിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കണ്ടീഷനിലാണ്. വണ്ടർഫുൾ പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല അവർ മറ്റാരെക്കാളും മുകളിലാണ് എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ദർ ഇസ് നോ ടീം എബവ് സ്പെയിൻ. സ്പെയിനിന് മുകളിൽ മറ്റൊരു ടീമില്ല. യൂറോ കപ്പിൽ അന്ന് സ്പെയിനാണല്ലോ വിജയിച്ചത്. അപ്പോൾ അന്ന് തന്നെ അവർ വിജയിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷവും ഞങ്ങളെ തോൽപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഫ്രാൻസ് ഞങ്ങളെക്കാൾ മുകളിലാണ് എന്ന് പറയാൻ പറ്റില്ല. സ്പെയിനേക്കാൾ മുകളിൽ ഒരു ടീമില്ല എന്ന് ലാമിൻ യമാൽ പറയുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഗ്രൂപ്പ് സ്റ്റേജൊക്കെ എന്ത് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചൂടൊക്കെ വരുന്നത് ഈ നോക്കൗട്ട് സ്റ്റേജിലല്ലേ. ഇനിയാണ് റിയൽ ഫൺ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ലാമിൻ യമാൽ പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. വിനി ജൂനിയർ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ എതിർ ടീമിലാണ് ക്ലബ് ഫുട്ബോളിലുള്ളത്. റയൽ മാഡ്രിഡിൻ്റെ താരമാണ്. പക്ഷേ വിനി ഈ വേൾഡ് കപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. സോ അത് തനിക്ക് വലിയ സന്തോഷം നൽകുന്നു. ഐ ലൈക്ക് വാട്ട് വിനി ജൂനിയർ ഹാസ് ബീൻ ഡൂയിങ് അറ്റ് ദിസ് വേൾഡ് കപ്പ് എ ലോട്ട്. ഹീസ് ബീൻ ഗ്രേറ്റ് സോ ഫാർ എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പിന്നെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു തരത്തിലുള്ള ഭയവും പാടില്ല. അങ്ങനെ ഭയന്നുകൊണ്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും എന്നാണ്. പരിക്കുമായി ബന്ധപ്പെട്ട വിഷയമാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഏതായാലും തൻ്റെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഈ വേൾഡ് കപ്പിൽ കളിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പ് ഞാൻ ക്ലാസ്സിലിരുന്ന് ഫ്രണ്ട്സിനൊപ്പം ഐപാഡിൽ കണ്ട ആളാണ്. ഇപ്പോൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ വലിയ സന്തോഷമുണ്ട് എന്നുകൂടി പറയുന്ന താരം, ഐ ഹേറ്റ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജസ്, ഐ ലവ് ദി നോക്കൗട്ട്സ്, നൗ ദി ഫൺ സ്റ്റാർട്ട്സ് എന്നാണ് പറയുന്നത്. ഏതായാലും നോക്കൗട്ടിൽ എന്തു പ്രകടനം ലമീൻ യമാൽ നടത്തും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.